പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെറിയ ബാഗിലുണ്ട് കേട്ടോ. ഈ ബാഗിന്റെ സിബ് ഇങ്ങനെ അടയ്ക്കണ ശബ്ദം കേൾക്കുമ്പോഴേ നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഉള്ളിലൊരു വേദന. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ ശബ്ദം ഒരു സന്തോഷത്തിന്റെ ശബ്ദം. പിന്നെ എന്താണ് ഇപ്പൊ പരിപാടി? പച്ചി പോവാണ്ടാ? പോണ്ടാന്നാ? പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. മുടിയൊക്കെ വെട്ടിക്കോളും കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. നല്ല നീളം വെച്ചിരിക്കണം. അടുത്തേക്ക് പോവാതിരിക്കാനേ പറ്റൂല. പിന്നെ നന്നായി പഠിക്കണം കേട്ടാ. പച്ചി അവിടെ പോയിട്ട് ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. പോരെ? ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞിട്ടാ കാണാ? ഒരു കൊല്ലം കഴിയും. ഒരു ദിവസം പോയിട്ട് ഇങ്ങോട്ട് വന്നൂടെ? ഒന്നും പറ്റില്ലടാ. വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വിഷമില്ല. പോട്ടെ, ഇറങ്ങാൻ സമയമായി. കബീർ കാറായിട്ട് വരാ പറഞ്ഞു വന്നില്ലേ? വന്നിട്ട് 5 മിനിറ്റ് ആയി. പിന്നെ പാൻറ്റിമാൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം. പോട്ടെ. ഈ പോട്ടെ പറഞ്ഞിട്ട് കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഇതെല്ലാ പ്രവാസികളുടെ അവസ്ഥയാണ്. പ്രാവശ്യം പോയി വരുമ്പോ നമ്മുടെ കടമൊക്കെ തീരില്ലേ? കടം തീർക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഓരോ തവണയും പോണത്. തീരണ്ടേ? ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് തീരൂലേ? നമ്മളെ കടക്ക് തീരൂലേ? നിന്റെ കുട്ടി വലുതായിട്ട് വേണം ഉപ്പാക്കൊരു നന്നായി പഠിക്കണം കേട്ടാ. എയർപോർട്ടിലെത്തി കഴിഞ്ഞാ മെസ്സേജ് ആക്കിട്ടാ. വരുന്നു. എന്നാ ശരി. എടാ ഉപ്പച്ചിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. വീഡിയോ കോൾ ചെയ്യണ്ട കേട്ടാ.